ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ കിഡിലൻ സെമി ഫൈനൽ എപ്പിസോഡുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരും ഞാനും അടക്കം എല്ലാവരും ടോപ്പ് സിംഗർ ഇപ്പൊ കാണുന്നത് ഭയങ്കര ആവേശത്തിലാണ്, ഒരുപാട് സന്തോഷത്തിലാണ്. പക്ഷെ ഇന്ന് ആവേശം കുറച്ച് കൂടുതലായിരിക്കും നമുക്ക് എല്ലാവർക്കും. അങ്ങനെ പറയാൻ കാരണം ഇന്ന് നമുക്കറിയാൻ പറ്റും ആരൊക്കെയായിരിക്കും ഈ സെമി ഫൈനലിൽ നിന്നും നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ടോപ്പ് സിംഗറിനോടൊപ്പം യാത്ര ചെയ്യുക എന്ന്. എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഇതിനോടൊപ്പം വളരെ ഹെൽത്തി ആയിട്ട് നടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ടോപ്പ് സിംഗർ. അതുകൊണ്ട് തന്നെ ഇന്ന് അത് നടക്കുന്നതായിരിക്കും. നമുക്കറിയാൻ പറ്റും ആരൊക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ടോപ്പ് സിംഗറിനോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത്. എല്ലാ പ്രേക്ഷകരും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക. മധുങ്കൾ, നമ്മുടെ സെമി ഫൈനലിലെ രണ്ടാമത്തെ പാട്ട് പാടാൻ മലയാളം ക്ലാസിക്സ് പാടാനായിട്ട് എത്താൻ പോകുന്നത് റിയാൻ കുട്ടനാണ്. വിളിച്ചാലോ? ഒത്തിരി 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 മ്യൂസിക്കലി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ റിയാൻ കുട്ടൻ. കാരണം അവന് മ്യൂസിക്കിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇന്നലെ റിയാൻ കുട്ടന് ഇളയരാജ സർ റൗണ്ടിൽ 98 ആയിരുന്നു മാർക്ക്, 98 ഔട്ട് ഓഫ് 100. അപ്പോൾ എന്തായാലും ഇന്നും റിയാൻ കുട്ടന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഓൾ ദി ബെസ്റ്റ് പറയാം. മിടുക്കനായിട്ട് പാടണേ, ഞാൻ ഹഗ് ചെയ്തോട്ടെ. മിടുക്കനായിട്ട് പാടിക്കോട്ടോ. പേടിയൊന്നും ഇല്ലല്ലോ? പേടിയൊന്നുമില്ല. സൂപ്പർ. നിന്റെ മിഴിയിൽ നീലോൽപലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം. നിന്റെ മിഴിയിൽ നീലോൽപലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം. നിന്റെ മിഴിയിൽ നീലോൽപലം. ഊഞ്ഞാലാടുക തോഴി നീ, ഊഞ്ഞാലാടുക തോഴി. നിന്റെ മിഴിയിൽ നീലോൽപലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം. നിന്റെ മിഴിയിൽ നീലോൽപലം.
കവിളിണയിൽ കനകാംബരം നീയൊരു നിത്യവസന്തം നിന്റെ മിഴിയിൽ നീലോൽപലം. യെസ് ഗുഡ് മോനെ ഗുഡ് Super ടാ. വെരി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു ചേച്ചി. റിയാൻകുട്ടാ എന്തോ സാർ? നന്നായി പാടിയത്, താങ്ക് യു സാർ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. എങ്ങനെയുണ്ട് പാടിയിട്ട്? റിയാൻകുട്ടൻ എന്താ തോന്നണേ? നല്ല രസമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ട് പാടാൻ. എവിടെയെങ്കിലും പ്രശ്നം തോന്നിയോ? ചെറിയ ചെറിയ അതെവിടേക്കാ? ഫസ്റ്റ് ലൈൻ. യെസ് കറക്റ്റ്. നിന്റെ തുടങ്ങിയത് റിയാൻകുട്ടൻ പറഞ്ഞത്. അതെ, തുടങ്ങിയത് നിന്റെ തുടങ്ങിയത് കുറച്ച് പിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. നിൻ കവിളിണയിൽ എന്നുള്ള പാടുന്ന സംഗതി ഇല്ലേ, ആ അതിന്റെ ക്ലാരിറ്റി, അതിന്റെ സംഗതിയുടെ ക്ലാരിറ്റി അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന തുണ്ടുപല്ലവി ഇല്ലേ, ആ അവിടെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കുറച്ചൊന്ന് പെർഫെക്റ്റ് ആവണമെന്ന് എനിക്ക് തോന്നി. പിന്നെ അനുപല്ലവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എയർപോർട്ടിലെ സ്റ്റാഫ്, കൊച്ചിൻ എയർപോർട്ടിലെ ഒരു സ്റ്റാഫ് ഷൈമോൾ ചേച്ചി ആ. പ്രത്യേകം റിയാൻകുട്ടനെ അന്വേഷിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. ഓ താങ്ക് യു. ആ ഓക്കെ. അപ്പൊ ഇന്നത്തെ പാട്ട് നന്നായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ആദ്യം തന്നെ ആ താമര വളയത്തിൽ കയറി പിടിക്കാം ഓക്കെ സാർ. കേട്ടോ. ആ. ഏത് പൊയ്കയിലാണ്? ഉള്ളിലെ പൊയ്കയിൽ ആ ഉള്ളിലെ പൊയ്കയിൽ താമര വളയം. വളയം. സൂപ്പറായി. Thank you, sir. അത്യുഗ്രനായിരുന്നു അത്. താങ്ക് യു സാർ. എനിക്ക് ഉദിച്ച് ചിരിച്ചു വരുന്ന പാടിയില്ലേ ആ. ഫസ്റ്റ് ടൈം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാ അവിടെ ഒരു മോഡുലേഷൻ വേണമെന്ന് വെച്ച് റിയാൻകുട്ടൻ ആ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് സോഫ്റ്റ് ആക്കിയില്ലേ, പെട്ടെന്ന് സോഫ്റ്റ് ആക്കി. അതിന്റെ പ്രൊണൗൺസിയേഷനും അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഒന്ന് പാടാമോ? വാനവീഥിയിൽ ഉദിച്ചു ചിരിച്ചു വരും. ആ ഫീൽ കൊള്ളാം. അത് ഉദിച്ചു ചിരിച്ചു വരും. അതെനിക്ക് ഇഷ്ടപ്പെട്ട. Yes, yes. താങ്ക് യു സാർ. ആ മാനവീതിയിലാണ് ഔട്ട് ഓഫ് കൺട്രോൾ ആയത്. ആ പിന്നെ വേറൊരു കാര്യം ആദ്യം പറഞ്ഞില്ല, കീരവാണിന്ന്. ആ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല വെബ്സൈറ്റിലും ചുമ്മാ രാഗം എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഓരോ പേരുകൾ എഴുതി വെക്കും. ആണോ? പക്ഷെ എക്സാക്ട്ലി ഇത് കീരവാണി രാഗം മാത്രമല്ല. അല്ല അല്ലേ? ആ കീരവാണി രാഗത്തിന്റെ ആരോഹണം അവരോഹണം എന്താ? സാരി ഗമ പാധനി സ. Yes. കറക്റ്റ് കൃത്യമാണ്. ആ Okay. ഓക്കെ. ഇനി നിൻ കവിളിണയിൽ പാടൂ. നിൻ കവിളിണയിൽ നോട്ട് ഏതാണ്? പദസനി. ആ നീ ഏത് നീയാണ്? ഓ ശരിയല്ലേ? അപ്പോ ഇത് ചിലപ്പം ദക്ഷിണാമൂർത്തി സ്വാമി എടുത്ത് പല ആൾക്കാരും ചോദിക്കും, അത് ഈ രാഗത്തിലാണോ ആ രാഗത്തിലാണോ? അപ്പോൾ സ്വാമി പറയും അത് സിനിമാ രാഗത്തിലാ എന്ന് പറയും. കാരണം സ്വാമി ഈ രാഗമൊന്നും ആലോചിച്ചിട്ടില്ല ആ പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. ആണോ? റിയാൻകുട്ടാ, എന്തോ അത് ഏത് പോയിന്റിൽ ഈ പാട്ട് പഠിക്കുമ്പോഴാ ഈ വാനവീഥിയിൽ എന്നുള്ളത് കുറച്ചും കൂടെ ഓപ്പൺ ആക്കി പാടാന്നൊക്കെ ആലോചിക്കണേ? അത് ആലോചിച്ചതല്ല. ആ അത് ശരിക്കും അമ്മ പറഞ്ഞതാ. അത് കുറച്ചൊന്ന് ഓപ്പൺ ആക്കിക്കോന്ന് പറഞ്ഞു. ഓപ്പൺ ആക്കിക്കോന്ന് പറഞ്ഞു. ആകാശല്ലേന്ന്. ആ അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഇൻപുട്സ് കിട്ടുമ്പോൾ റിയാൻകുട്ടൻ അത് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ആ പാട്ടിന്റെ ആഴം അവൻ മനസ്സിലാക്കുന്ന അതെ, 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 രീതിയാണ് അതെ. പലപ്പോഴും വരികൾ എന്നെ മനസ്സിലാക്കിയിട്ടാണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ആ ഒരു കാര്യമാണ്. ഓവറോൾ ഒരു സ്ട്രെയിൻ തോന്നി ഹൈ പാടുമ്പോഴത്തേക്കും. ആ കേട്ടോ, അത് എസ്പെഷ്യലി ചരണം എത്തിയപ്പോഴത്തേക്കും നല്ല സ്ട്രെയിൻ ആയിട്ട് ഫീൽ ചെയ്തു ആ വാനവീഥിയിൽ. അത് ഓപ്പൺ ആക്കും കൂടെ ചെയ്തപ്പോഴത്തേക്കും വോള്യം ഇല്ലേ, ഭയങ്കര വോള്യത്തില് അതിങ്ങനെ വന്നു, ഓക്കെ ഭയങ്കര വോള്യത്തില് വന്നു. കേട്ടോ, അപ്പൊ അതൊക്കെയാണ് എനിക്ക് സ്ട്രെയിൻ ആയിട്ട് തോന്നിയത്. ഓക്കെ. ബാക്കിയൊക്കെ മിടുക്കനായിട്ട് പാടി. ഓവറോൾ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. റിയാൻകുട്ടൂസ്, എന്തോ സാർ? ഇന്ന് നമ്മൾ തരാൻ പോകുന്ന മാർക്ക് ആ. 97-100. താങ്ക് യു സാർ. നീലോൽപലം പ്രിയാങ്കുട്ട എന്തോ? ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി പോയി സമാധാനായിട്ട് ഇരുന്നു കേട്ടോ. ഓക്കെ, സമാധാനായിട്ട് ഇരിക്കാം, കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. ഓക്കെ. ഓക്കെ എന്നാ ബയോ. Bye. ടാറ്റ പറഞ്ഞു. Bye, ബൈ good night. റിയാൻകുട്ടൻ. ടാറ്റാ. വസന്തം MJ അങ്കിൾ, ഉം. നമുക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഉം. ആ 2 പേരെ കണ്ടോ? അത് ആരാണെന്ന് മനസ്സിലായോ? 3 ആൾക്കും നമ്മുടെ പച്ചപോന്റെ അച്ഛനും അനിയനും ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇരിക്കുന്നു. ഗ്രീൻസൺ എന്ന് പറയുന്നത് നമ്മുടെ ടീമിന്റെ, രാഘുവിന്റെ ടീമിന്റെ ഒരു മെയിൻ ശക്തിയാണ്. എന്താണ് അനിയന്റെ പേര്? ജിൻസൺ. 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 അച്ഛന്റെ പേര് എന്റെ പേര് പയസ്. പയസ്. Yes. Okay, okay. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം ഇനി. Yes, തീർച്ചയായിട്ടും. ആര്യ ചേച്ചി
യെസ് മീനുട്ടാ. നമ്മുടെ സെമി ഫൈനലിലെ സെക്കൻഡ് പെർഫോമൻസുമായിട്ട് നമ്മുടെ ജഗ്ഗു എത്താൻ പോവാണ്. വിളിച്ചാലോ നമുക്ക്? വിളിക്കാം. നമ്മളെല്ലാവരും വളരെ വളരെ സ്നേഹത്തോടെ വലിയൊരു പേരിട്ട് വിളിക്കുന്ന ജഗത് കിഷോര ചന്ദ്രശേഖര എന്ന് വിളിക്കുന്ന നമ്മുടെ ജഗ്ഗുവിൻ്റെ ജഗത്തിൻ്റെ ഫൈനൽ പെർഫോമൻസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ജഗ്ഗുവിന് 96.5 ഔട്ട് ഓഫ് 100 ആയിരുന്നു ജഗ്ഗുവിൻ്റെ മാർക്ക്. അപ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഫൈനൽ പെർഫോമൻസ് ആണ്. ജഗ്ഗുവിന് മിടുക്കനായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ.
കിളിവാതിൽ തുറന്നൊരു പൊൻപക്ഷി പോൽ ഇനി എൻ ഗാനമേ പോരൂ. കുളിരാടുന്നു മാനത്ത്, കിളി പാടുന്നു താഴത്ത്. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. ജഗത് കുട്ട, എന്തോ ഈ പാട്ട് ഇവിടെ പാടാൻ സാധിച്ചത് വലിയ ഭാഗ്യം കേട്ടോ. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എനിക്കെന്ന് മാത്രമല്ല ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഓളങ്ങളിലെ പാട്ട് വളരെ ഇഷ്ടമാണ്. വേഴാമ്പൽ കേഴും, തുമ്പിവ, അതുപോലെ തന്നെ ഈ പാട്ട്. എന്താ എൻ്റെ ഓർക്കസ്ട്രേഷൻ, മ്യൂസിക് അല്ലേ? അടിപൊളി. ആഹാ, ടോപ്പ് ബാൻഡ് കലക്കി. സുബിൻ ആസാദ് തേർഡ് ബീജം. യെസ്, പാട്ടൊക്കെ എനിക്ക് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ബ്രത്ത് ഇഷ്യൂ ആണ് കൂടുതൽ, ബ്രത്ത് ഇഷ്യൂസ്. അവളുടെയൊക്കെ ഈ ശ്വാസം കിട്ടാത്തതിൻ്റെ പേരിലാണ്, ആ ഒരു കാര്യം കൊണ്ടാണ് ഈ ഫിനിഷിങ് വരാത്തത്, ക്ലാരിറ്റി കിട്ടാത്തത് ചില സ്ഥലങ്ങളിൽ. പല്ലവിയിലും കുറച്ച് ക്ലാരിറ്റി വേണം തോന്നി. അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മൊത്തത്തിൽ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ചിക്കു, എന്തോ ഒരുപാട് ഹൈലൈറ്റ് ലൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ പാടിയത്. അത് നല്ല കാര്യമാണ്. ഒരു കഴിഞ്ഞ പെർഫോമൻസിനെക്കാളും ഇത് സർട്ടൻലി ഒരു ബെറ്റർ പെർഫോമൻസ് ആണ്. അത് കൈയ്യടി കൊടുക്കാവുന്ന കാര്യമാണ് കേട്ടോ. തീർച്ചയായിട്ടും. ഇപ്പോ ഒരു കനിമഴ പോലെ എന്ന് പാടിയില്ലേ, അത് സൂപ്പറായിരുന്നു. ഫസ്റ്റ് പല്ലവി ഉണ്ടായിരുന്നു, പക്ഷെ അത്രത്തോളം കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അനുപല്ലവി തുടങ്ങിയില്ലേ, അവിടെ ഒരു സംശയം പോലെ എനിക്ക് ഒഴിയുന്നു നിറത്താലം അല്ലേ, ആ ഒഴിയുന്നു എന്നുള്ളത് എന്തോ ഒരു സംശയത്തിൽ വന്ന പോലെ ഉണ്ടായിരുന്നു. ബിഫോർ ബീറ്റ് അല്ലേ, അതുപോലെ അണിത്തിങ്കൾ ഇല്ലേ, ഇത് അവന് നന്നായിട്ട് അത് മനസ്സിലായി. അതുകൊണ്ട് എന്താ വെച്ചാൽ ചരണം വന്നപ്പോ പദതാളം എന്ന് പാടിയത് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം കറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കൊള്ളായിരുന്നു കേട്ടോ. അപ്പോ നമ്മൾ ഓരോ പുതിയ അല്ലെ, ഒരു ബീജം കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങുക എന്ന പോലെ നമ്മൾ കരുതണം. അനുപല്ലവി വീണ്ടും തുടങ്ങുന്ന പോലെ തോന്നണം ചരണം. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഫുൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റുക. ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഈ പെർഫോമൻസ് ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മിടുക്കൻ. എന്തായാലും അത് വെരി ഗുഡ്. പിന്നെ എനിക്ക് തോന്നിയത് കറക്റ്റ് പിച്ച് സെലക്ട് ചെയ്ത പോലെ ഫീൽ ചെയ്തു. കാരണം താഴെയും കറക്റ്റ് എത്തുന്നുണ്ടായിരുന്നു, മേളും ആ ഹൈ പോകുന്ന പോർഷനും കറക്റ്റായിട്ട് എത്തുന്നുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് പിച്ച് സെലക്ട് ചെയ്ത പോലെ ഫീൽ ചെയ്തു കേട്ടോ. മിടുക്കൻ. എന്തായാലും നന്നായി പാടി. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ ജഗ്ഗുന് സെമി ഫൈനലിലെ രണ്ടാമത്തെ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 97.25 ഔട്ട് ഓഫ് 100. അപ്പൊ ജഗ്ഗു, എന്തോ ഇനി നമുക്ക് കുറച്ച് കാത്തിരിക്കാനുള്ള സമയമാണ് അല്ലേ? അപ്പൊ നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ ഇനിയും കാണണം. ഓൾ ദ വെരി ബെസ്റ്റ്. Bye. Good night. Good night.